കാസർഗോഡ് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാൾ എന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദ വേണ്ട, അർത്ഥം വീഡിയോ കാണിച്ചില്ല. നിങ്ങൾക്ക് നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ടും തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. അതെ. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. ആണോ? UAE KSRTC ഒക്കെ ഉണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും വൈശാഖ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ചെയ്തടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ? എന്റെ ഫോണല്ല എന്റെ കയ്യിൽ. അതെ അതെ. എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഒന്ന് പോടാ അവിടുന്ന്. വൈശാഖ, ആവശ്യമില്ലാത്ത ആശ പറ്റിക്കണം. ഒരു സാധാരണക്കാരന്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥന് തല്ലാനുള്ള അവകാശമുണ്ട്. ഒന്നുകൂടി പിടിച്ചോ. 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 മതിയാ. പറ്റിക്കോ. മതിയല്ലേ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ സമൂഹത്തിൽ നീ ഒരുപാട് നാറി. എന്താ ആദ്യമായിട്ട് കേൾക്കുന്നല്ലേ? പക്ഷെ നീ നാറി അത്ര ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. ഇതേത് വൈവന്റെ ഈശ്വര? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങിയ യുവാവസ്ഥ ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. പിറ്റേന്ന് മന്ത്രിമാർ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നീ തീയിടണം. എവിടാ? KSRTC. തീയിടാനോ? ജസ്റ്റ് ഒന്ന് തീപ്പിടി വെച്ചിട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം കത്തിക്കയറുകളും പഴയ സാധനങ്ങളല്ലേ. അത് കത്തിക്കോളും. അത് പക്ഷെ വലിയ പ്രശ്നമാവണം. എടാ, എന്നിട്ട് നീ പോലീസുകാരോടും മന്ത്രിമാരോടും പറയണം, അവർ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിനും ഒപ്പിട്ടേരും ഹോട്ടലിൽ പൂട്ടിക്കും. എന്താ? എങ്കിൽ ഒരു യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ വൈശാഖ. എപ്പോഴേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നു? സർക്കാർ വണ്ടിയാ, ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ചാൻസ് ആണിത്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? അണ്ണാക്കി വീഡിയോ ഇങ്ങനെ ഇരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചറിയാം. ശരി തട്ടാ. വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ. സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും.
പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണം.